പുന്നമടയുടെ ഓളപ്പരപ്പിൽ ആവേശത്തിന്റെ അലകൾ സമ്മാനിക്കാൻ ഇനി 10 നാൾ കൂടി 71ാമത് നെഹ്റു ട്രോഫി ജലമേള ഈ മാസം 30-ന് ജലരാജാവാകാനുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലാണ് ക്ലബ്ബുകൾ. പുന്നമട ബോട്ട് ക്ലബിന്റെ പരിശീലന ക്യാമ്പിൽ നിന്ന് ശരത് എസ് ചേരുന്നു. ശരത്ത്, 10 ദിവസമേ ഉള്ളൂ, കടുത്ത പോരാട്ടമാണ് മുന്നിലുള്ളത്. പരിശീലനം എങ്ങനെ പോകുന്നു? ഗുഡ് മോർണിംഗ് സുജിയ. ഞാനിപ്പോഴുള്ളത് പുന്നമട ബോട്ട് ക്ലബിന്റെ പരിശീലന ക്യാമ്പിലാണ്. അതായത് ഓരോ ക്യാമ്പിലും ഓരോ ക്ലബ്ബുകളും പരിശീലനം ഇതിനകം തന്നെ ആരംഭിച്ചു. ഈ പറഞ്ഞതുപോലെ പുന്നമടയുടെ ഓളപ്പരപ്പ് ആവേശത്തിന്റെ അലകടലാവാൻ ഇനിയിപ്പോൾ 10 ദിവസം മാത്രമേ ഉള്ളൂ. എന്തായാലും ക്ലബ്ബുകളുടെ ആവേശം കൂടി നമുക്കറിയാൻ പുന്നമട ബോട്ട് ക്ലബിന്റെ പരിശീലന ക്യാമ്പാണ് ഇവിടെ. ഇന്നിപ്പോൾ അവരുടെ ബോട്ട് തൊഴിലൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കുകയാണ്. പരിശീലനം ഇനിയുള്ള മണിക്കൂറുകളിലും തുടരും. ഇപ്പം ക്ലബിന്റെ ഭാരവാഹികൾ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇത്തവണ വലിയ ആവേശമാണ്, മത്സരമാണ്. എങ്ങനെയാണ് ഇത്തവണത്തെ പ്രതീക്ഷ? ഞങ്ങൾ നല്ല പ്രതീക്ഷയാണുള്ളത്. കാരണം PBC പുന്നമടയും NCFCയും NBCയും ചേർന്ന് നമ്മളൊരു പുതിയ ടീമിനെയാണ് ഈ പ്രാവശ്യം വാർത്തെടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഓഗസ്റ്റ് 30-ാം തീയതി ഫൈനലിൽ ഞങ്ങൾ കാണുകയും ചെയ്യും. ഈ പ്രാവശ്യം ഞങ്ങൾ കപ്പടിക്കുകയും ചെയ്യും. അത്ര ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. നടുഭാഗത്തിനൊപ്പമാണ് ഇത്തവണ, നടുഭാഗത്തിലാണ് തുഴയുന്നത്. ഞാൻ ഭാരവാഹിയാണ്. ഞങ്ങളുടെ പിള്ളേർ വളരെ സ്ട്രോങ് ആണ്. വളരെ നന്നായിട്ടൊരു 35 ദിവസത്തെ ഒരു പരിശീലന കാലയളവിലാണ് ഇപ്പം നിൽക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് 2 കോച്ചുമാരുണ്ട്. അവരെക്കുറിച്ച് ഞങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഒരു ചിട്ടയോടുള്ള പരിശീലനം നടത്തിക്കൊണ്ട് ഏറ്റവും നല്ലൊരു മത്സരം ഞങ്ങൾ കാഴ്ചവെക്കും. ഈ വർഷത്തെ നെഹ്റു ട്രോഫി ഞങ്ങൾ തന്നെ നേടുമെന്ന് ഉറപ്പായിട്ട് തന്നെ പറയുന്നു. എന്തായാലും ക്ലബ്ബുകൾ വലിയ പ്രതീക്ഷയിലാണ്. സുജയ, എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തവണ പുന്നമട ബോട്ട് ക്ലബ്ബ് മത്സരിക്കുന്നത് അല്ലെങ്കിൽ തുഴയുന്നത് നടുഭാഗം ചുണ്ടനിലൂടെയാണ്. നടുഭാഗം ചുണ്ടനിൽ പ്രാധാന്യം എന്ന് പറയുന്നത് ചരിത്ര പ്രാധാന്യമുള്ളതാണ്. നെഹ്റു ട്രോഫി വള്ളം കളിയോളം പ്രാധാന്യമുള്ള ചുണ്ടനാണ് നടുഭാഗം ചുണ്ടൻ എന്ന് പറയുന്നത്. 1952-ൽ നെഹ്റു ആലപ്പുഴയിൽ വള്ളംകളി കാണാൻ എത്തുകയും പിന്നീട് ഈ നടുഭാഗം ചുണ്ടൻ വിജയിച്ച സമയത്ത് നടുഭാഗം ചുണ്ടനിൽ കയറി പിന്നീട് ആലപ്പുഴയിലേക്ക് തുഴയാൻ പറഞ്ഞതൊക്കെ തന്നെ അങ്ങനെയുള്ള ചരിത്ര പ്രാധാന്യമുള്ള ചുണ്ടൻ കൂടിയാണ് നടുഭാഗം ചുണ്ടൻ. നടുഭാഗം ചുണ്ടനോടൊപ്പമാണ് എന്തായാലും PBC പുന്നമട ഇത്തവണ കളത്തിലിറങ്ങുന്നത്. വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ക്ലബ്ബുമുള്ളത്. അതിന്റെ അവസാനവട്ട തയ്യാറെടുപ്പിലും ഒരുക്കത്തിലുമാണ് ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ.